ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഫോണൊക്കെ നല്ല വിലൻ്റെ ഫോണാണ് അല്ലേ? നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ ഏതാ? എത്ര റുപ്യേൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടോ. സംഭവം എന്തായാലും നല്ല വിലൻ്റെ ഫോണായതുകൊണ്ട് തന്നെ ഫോൺ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയും വേണം. നമ്മളതുകൊണ്ട് ഫോണിനൊരു ലോക്ക് സ്ക്രീനൊക്കെ ഇടും. എന്നാലും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് നമ്മളെ ഫോൺ മറന്നു പോകും. ഇങ്ങനെ നമ്മളെ ഫോൺ മറന്നു പോയാൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയാൽ ഏതെങ്കിലും ഒരു നല്ലോൻ്റെ കയ്യിലാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഓൻ എങ്ങനെയെങ്കിലും നമ്മളെടുത്ത് ഈ ഫോണിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത് അത് തിരിച്ചെത്തിക്കാൻ നോക്കും. പക്ഷേ എങ്ങനെ അറിയും? ഫോൺ ലോക്കാന്ന് തുറക്കാനാകില്ല, ഇതാരതാന്ന് അറിയില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യുക? ഫോണിൻ്റെ ലോക്ക് സ്ക്രീനിൽ നമ്മളെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ, ഫോൺ നമ്പർ, മെയിൽ ID, അഡ്രസ്സ് എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇത് പഴയ കാര്യമാണ്, മുമ്പ് തൊട്ടേ ഉള്ളൊരു സംഭവമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഇത് അറിഞ്ഞൂടാനുണ്ടെങ്കിൽ സംഭവം ചെയ്ത് വെക്കുക മനസ്സിലാക്കിയിട്ട്. അറിയാനൊന്നുണ്ടെങ്കിൽ അറിഞ്ഞൂടാത്ത സുഹൃത്തുക്കൾ ഉണ്ടാവും, അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക. ഇപ്പോൾ എൻ്റെ ഈ ഫോൺ ഇത് സാംസങ്ങിൻ്റെ ഫോണാണ്. ഓരോ ഫോണിലും ചെറിയ വ്യത്യാസമുണ്ട്, എന്നാലും എല്ലാ ഫോണിലും ഇത് ചെയ്യാൻ കഴിയും. സാംസങ്ങിൻ്റെ ഫോണിൽ ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ലോക്ക് സ്ക്രീനിൽ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ ഉണ്ട്, കാണുന്നുണ്ടോ? അതുപോലെ ഫോൺ നമ്പർ മാത്രമല്ല, നമുക്ക് ഇമെയിൽ അഡ്രസ്സോ എന്താണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്യുക. അതിനെന്താ ചെയ്യേണ്ടത്? സാംസങ്ങിൻ്റെ ഫോണിൽ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സ് പോയിട്ട് അവിടെ ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിലേക്ക് പോവുക. ലോക്ക് സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് താഴെ ഭാഗത്തായിട്ട് കോൺടാക്റ്റ് ഇൻഫർമേഷൻ എന്ന് കാണും. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്താണോ വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, അതുപോലെ ഫോൺ നമ്പറോ അഡ്രസ്സോ എന്താണോ വേണ്ടത് അത് അവിടെ എഴുതി കൊടുക്കുക, ഡണ്ണ് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മാത്രം മതി. നമ്മളെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ ആ ലോക്ക് സ്ക്രീനിൽ അവിടെ ഉണ്ടാവും. കിട്ടുന്നാക്ക് അതിൽ കൂടെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, നമുക്ക് തിരിച്ചു തരികയും ചെയ്യാം. സാംസങ് ഫോണിലാണ് കാണിച്ച്. ഇനിയിപ്പോൾ റിയൽമീൻ്റെ ഫോണിലൊന്ന് കാണിച്ചു തരാം. അതിൻ്റെ ലൊക്കേഷൻ ചെറിയ വ്യത്യാസമുണ്ട്, എവിടെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം. റിയൽമീൻ്റെ ഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ അതിൽ ഡിസ്പ്ലേ എന്ന ഭാഗം എടുക്കുക. ഡിസ്പ്ലേ ഭാഗത്ത് ലോക്ക് സ്ക്രീൻ ഉണ്ടാവും, താഴെ ഭാഗത്ത് എവിടെയെങ്കിലും ലോക്ക് സ്ക്രീൻ എടുക്കുക. ഇതിൽ നമുക്ക് ആഡ് ടെസ്റ്റ് ഓൺ ലോക്ക് സ്ക്രീൻ എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. സാംസങ്ങിൻ്റെ ഫോണിൽ കോൺടാക്റ്റ് ഇൻഫർമേഷനാണ് വരുന്നത്, ഇതിൽ ആഡ് ടെക്സ്റ്റ് ഓൺ ലോക്ക് സ്ക്രീൻ എന്നാണ് വരുന്നത്. അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. സംഭവം തിരിഞ്ഞിക്കോ? തിരിഞ്ഞൊരിക്കൽ തിരിയും, അല്ലാത്തവർ നഷ്ടം തിരിയും. സംഭവം എന്തായാലും നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ല വിലൻ്റെ ഫോണാണെങ്കിൽ, വില കുറഞ്ഞ ഫോണാണെങ്കിലും നമ്മൾ ഒരുപാട് ഡാറ്റകളുള്ള ഫോണായിരിക്കും, ചെറിയതായാലും വലുതായാലും അത് നഷ്ടപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ സെറ്റിങ്സ്, ഈ സംഭവം ഒന്ന് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് ഉപകാരമാണ് തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്കട്ടോ, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങൾ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.